അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സംശയ നിവാരണത്തിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സ്ത്രീകളുടെ ഖബർ സിയാറത്തുമായി ബന്ധപ്പെട്ടതാണ്. ഈയിടെയായി ഒരു മുസ്ലിം MLA ഒരു ജനപ്രതിനിധിയുടെ സോഷ്യൽ മീഡിയ പോസ്റ്റ് കാണാനിടയായി. അദ്ദേഹം മഹല്ല് കമ്മിറ്റിക്കാരോടും പണ്ഡിതന്മാരോടുമായി രണ്ട് കാര്യങ്ങളാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. അതിൽ രണ്ടാമത്തെ കാര്യം ഇങ്ങനെയാണ്. രണ്ടാമത്തെ കാര്യം, സ്ത്രീകൾ ഉൾപ്പെടെ കുടുംബസമേതം അവരവരുടെ ബന്ധുമിത്രാദികൾക്ക് പള്ളിപ്പറമ്പിൽ വന്ന് ഉറ്റവരുടെയും ഉടയവരുടെയും ഖബറുകൾ സന്ദർശിച്ച് പ്രാർത്ഥിക്കാൻ അവസരമുണ്ടാക്കുന്നതിനെ സംബന്ധിച്ചാണ്. സ്വന്തം ഭർത്താവിൻ്റെയും മക്കളുടെയും മാതാപിതാക്കളുടെയും ഖബറിടങ്ങൾ വന്ന് കാണുന്നതിനും പ്രാർത്ഥിക്കുന്നതിനും നമ്മുടെ സഹോദരിമാർക്ക് നിലവിൽ അവസരം ലഭിക്കുന്നില്ല. ഇതിനോട് ഇസ്ലാമിക കർമ്മശാസ്ത്രം എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? സ്ത്രീകളുടെ ഖബർ സിയാറത്തുമായി ബന്ധപ്പെട്ട ഒരാവശ്യം, പൊതുവെ സ്ത്രീകളെ രംഗത്തിറക്കണം എന്നുള്ള ഒരു താല്പര്യത്തിന്റെ മറ്റൊരു പുതിയ വേർഷൻ എന്ന് വേണമെങ്കിൽ അതിനെ നമുക്ക് കാണാൻ പറ്റും. എന്തായാലും ഇതൊരു മതപരമായ കർമ്മശാസ്ത്രപരമായ ഒരു പ്രശ്നമാണ്. അതിന് കർമ്മശാസ്ത്രപരമായ ഒരു നിവാരണമാണ് നമുക്ക് അവിടെ ആവശ്യമായിട്ടുള്ളത്. ഈ വിഷയത്തിൽ ഷാഫി മദ്ഹബിലെ ആധികാരിക ഗ്രന്ഥമാണ് മഹാനായ ഇബ്നു ഹജറിൽ ഹൈതമി റളിയല്ലാഹു അൻഹുവിന്റെ തുഹ്ഫത്തുൽ മുഹ്താജ്. തുഹ്ഫത്തുൽ മുഹ്താജ് 3-ാം വള്യം ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വിശദമായിട്ട് കൊണ്ടുവരുന്നുണ്ട്. അതായത് ഖബർ സിയാറത്ത്, പൊതുവെയുള്ള ഖബർ സിയാറത്ത്, അതാണല്ലോ ഇവിടെ അവർ ചോദ്യമായിട്ട് ഉദ്ധരിച്ചത്. പൊതു ശ്മശാനങ്ങൾ, പള്ളിയുടെ ഖബർസ്ഥാനുകൾ, കുടുംബക്കാരെയും ബന്ധുക്കളെയും ഒക്കെ സിയാറത്ത് ചെയ്യുന്നതാണ് ചോദ്യം. അങ്ങനെയുള്ളവർ സിയാറത്ത് ചെയ്യുന്നതിന്റെ മതവിധി എന്ത്? അത് മഹാനായ ഇമാം നവവി റളിയല്ലാഹു അൻഹു അവിടുത്തെ മിൻഹാജിൽ വിശദീകരിക്കുന്നുണ്ട്. അതിന്റെ വിശദീകരണമാണല്ലോ തുഹ്ഫ. അതിൽ ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ അതിന്റെ വിശദീകരണം കൊണ്ടുവരുന്നുമുണ്ട്. അത് നമുക്ക് നോക്കിയാൽ കാണാം. സിയാറത്തുൽ ഖുബൂർ, ഞാൻ ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ കൊടുത്ത ശറഹടക്കം മിൻഹാജിന്റേത് കൂടിയാണ് വായിക്കുന്നത്. സിയാറത്തുൽ ഖുബൂരി, ഖബറുകൾ സിയാറത്ത് ചെയ്യൽ സുന്നത്താക്കപ്പെടും. ഏത് ഖബർ? അല്ലത്തി ലിൽ മുസ്ലിമീൻ, പൊതു മുസ്ലിമീങ്ങളുടെ മുസ്ലിം ഖബർസ്ഥാനുകൾ, മുസ്ലിം ശ്മശാനങ്ങൾ, അത് സിയാറത്ത് ചെയ്യുക, അത് സന്ദർശിക്കുക, അവിടെ വെച്ച് പ്രാർത്ഥിക്കുക, അത് സുന്നത്താണ്. ലിർരിജാൽ, പുരുഷന്മാർക്ക്. ഇജ്മാഅൻ ഇത് സംബന്ധിച്ച് മദ്ഹബിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവും ആർക്കും വിഷയത്തിലില്ല. അപ്പോ മുസ്ലിമീങ്ങളുടെ ഖബർസ്ഥാൻ സന്ദർശിച്ച് അവിടെ വെച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക പോലത്തെ കാര്യങ്ങൾ, അത് പുരുഷന്മാർക്ക് സുന്നത്താണ് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തി. പുരുഷന്മാരെയാണ് അവിടെ പറഞ്ഞത്. അപ്പോ ആ പറഞ്ഞ ഘട്ടത്തിൽ അവിടെ എങ്ങനെ ഈ സിയാറത്ത്, ഖബർ സിയാറത്തിനെ സംബന്ധിച്ച് ആദ്യകാലത്ത് ഉണ്ടായിരുന്ന വിലക്കുകൾ ഉണ്ടായിരുന്നു. സിയാറത്ത് പാടില്ല എന്നുള്ള വിലക്ക്, അതിന്റെ കാരണങ്ങളും ഒക്കെ ഹദീസ് വെച്ച് ഇബ്നു ഹജറിൽ ഹൈതമി തങ്ങൾ അവിടെ അത് വിശദീകരിക്കുന്നുണ്ട്. വക്കാനത്ത് മഹദൂറത്തൻ, ഇത് മുൻകാലത്ത് വിരോധിക്കപ്പെട്ടതായിരുന്നു. കാരണം ജാഹിലി കാലത്തുള്ള ഖബറുകളും മുസ്ലിമീങ്ങളുടേതും അമുസ്ലിമീങ്ങളുടേതും ഇടകലർന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് ഇസ്ലാമിന്റെ കാലം വന്നപ്പോൾ മുസ്ലിമീങ്ങളതും മറ്റതും വേർതിരിഞ്ഞപ്പോ ഈ ഹുക്മ് നസ്ഖ് ചെയ്യപ്പെട്ടു. അവരുടെ ഉമിറുബിഹ, അവർ പുരുഷന്മാരോട് സിയാറത്ത് ചെയ്യാൻ വേണ്ടി കൽപ്പിക്കപ്പെട്ടു. ബിഖൗലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളുടെ ഖൗലാണ്, കുൻതു നഹൈതുകും അൻ സിയാറത്തിൽ ഖുബൂരി ഫസൂറുഹ, നിങ്ങളുടെ ഖബർ സിയാറത്ത് ഞാൻ വിലങ്ങിയിരുന്നു, അത് ഇനി നിങ്ങൾ സിയാറത്ത് ചെയ്യുക എന്ന കൽപ്പന തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇതു മുതൽ സിയാറത്ത് അനുവദിക്കപ്പെട്ടു. അപ്പൊ അവിടെ ഫസൂറുഹ എന്ന് പറഞ്ഞല്ലോ, നിങ്ങൾ സിയാറത്ത് ചെയ്യുക. ഇത് അറബി വ്യാകരണ ശാസ്ത്രപ്രകാരം ഇത് പുരുഷന്മാരോടുള്ള ഒരു സംസാരമാണ്. അപ്പൊ പൊതുവെ അത്തരം സംസാരങ്ങൾ പുരുഷന്മാരെയാണ് അഭിസംബോധനയെങ്കിലും സ്ത്രീകൾ അതിൽ പെടാറുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇവിടെയുള്ള പദം എങ്ങനെ എന്നുള്ളൊരു ചർച്ച അവിടെ ഉണ്ട്. അതിന്റെ വിശദീകരണം തുഹ്ഫയുടെ വിശദീകരണമാണല്ലോ ഷർവാനി. അതിൽ പറയുന്നത് കാണാം, മുഗ്നിയെ തൊട്ട് ഉദാഹരണം, ഇവിടെ പുരുഷന്മാരുടെ ആ പ്രയോഗത്തിൽ സ്ത്രീകൾ പെടൂല. അലൽ മുഖ്താർ, പ്രബലമായ അഭിപ്രായ പ്രകാരം ഇതിൽ പുരുഷന്മാർ മാത്രമേ പെടുള്ളൂ, സ്ത്രീകൾ ഈ പറഞ്ഞ കൽപ്പനയിൽ പെടില്ല എന്നിട്ട് പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബഖീഉൽ അർഖദ്, മദീനത്തെ ഖബർസ്ഥാൻ, പൊതു ഖബർസ്ഥാൻ, അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സിയാറത്ത് ചെയ്യാറുണ്ടായിരുന്നു എന്ന സംഭവം കൂടി അവിടെ ചേർത്ത് പറയുന്നുണ്ട്. അപ്പൊ അവിടെ തന്നെ പറയുന്നത് ഈ പ്രയോഗം ആർക്ക് മാത്രമാണ്? പുരുഷന്മാർ. നബി തങ്ങൾ പറഞ്ഞ പ്രയോഗം പുരുഷന്മാർക്ക് മാത്രമല്ല, ഇമാം നബി തങ്ങൾ തന്നെ തുടർന്ന് പറയുന്നു, വതുക്റഹു ലിന്നിസാഇ, സ്ത്രീകൾക്ക് ഇത് കറാഹത്താക്കപ്പെടും. ഒരു മതപരമായ വിഷയം ഇസ്ലാമികമായിട്ട് പുണ്യം കിട്ടാനാണ് ചെയ്യുന്നത് എങ്കിൽ നമ്മുടെ ലോജിക്ക്, നമ്മുടെ താല്പര്യം, നമ്മുടെ വ്യക്തിപരമായ ഇഷ്ടം, ഇതൊന്നുമല്ല അവിടെ പ്രധാനം. മതപരമായ വീക്ഷണം തന്നെ അവിടെ നോക്കണം. ഇമാം നബി തങ്ങൾ പറയാം, വതുക്റഹു ലിന്നിസാഇ മുത്ലഖൻ,
സ്ത്രീകൾക്ക് ഇത് കറാഹത്താക്കപ്പെടും. മുത്തലഖൻ എന്ന് പറഞ്ഞാൽ അത് വൃദ്ധയായിട്ടുള്ള സ്ത്രീകളാവട്ടെ, ഇനി അവള് കാറ് പോലെയുള്ള അല്ലെങ്കിൽ ഒട്ടകക്കട്ടിൽ പോലെയുള്ളതിൽ ഒളിഞ്ഞ് അങ്ങനെ പോകുന്നതാവട്ടെ, അത് കാണാത്ത വിധം പോകുക. എന്നാൽ പോലും പൊതു ഖബർസ്ഥാനുകൾ, പൊതു മുസ്ലിമീങ്ങൾ ഖബർ ചെയ്യുന്ന ഖബർസ്ഥാനുകൾ മഹാത്മാക്കളുടെ അമ്പിയാക്കളുടേതല്ല, സാധാരണക്കാരുടെ ഖബർസ്ഥാനുകൾ, കുടുംബക്കാരുടെ ഖബർസ്ഥാനുകൾ. ചോദ്യത്തിൽ പരാമർശം അതാണല്ലോ, കുടുംബക്കാരെയും വ്യക്തിബന്ധത്തിലുള്ള ആളുകളൊക്കെ സിയാറത്ത് ചെയ്യാൻ സ്ത്രീകൾക്ക് അവസരം കൊടുത്തുകൂടെ എന്നാണ് മതപണ്ഡിതന്മാരോടും മഹല് നേതൃത്വത്തോടും ചോദിച്ചത്. സ്വാഭാവികമായിട്ട് അതിന് പ്രതികരിക്കൽ അനിവാര്യമാണ്. അപ്പോ അവിടെ നമ്മൾ പറയേണ്ടതില്ല, ഇമാം നബവി തങ്ങൾ തന്നെ പറഞ്ഞു വതുക്റഹു ലിന്നിസാഇ, അത് സ്ത്രീകൾക്ക് കറാഹത്താണ് മുത്തലഖൻ. അത് വൃദ്ധരെന്നോ യുവതികളെന്നോ അനി വാഹനത്തിൽ, സ്വകാര്യ വാഹനത്തിലെന്നോ പൊതു വാഹനങ്ങളിലെന്നോ വ്യത്യാസമില്ല, അത് പാടില്ല. അതിന് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന് ഖശിയത്തുൽ ഫിത്ന, ഫിത്ന ഭയപ്പെടും. മറ്റൊന്ന് അവര് അസ്വാത്തിഹിന്ന ബിൽ ബുക, അവിടെ എത്തിയിട്ട് സ്ത്രീകൾ ദുർബല മനസ്സുകളാണ്, പൊതുവെ അവർക്ക് സങ്കടങ്ങൾ ഉണ്ടാവുക, അവർക്ക് സ്ത്രീപരമായിട്ടുള്ള അത്തരം സാഹചര്യങ്ങൾ ഉണ്ടാവുക സ്വാഭാവികമാണ്. മരണവുമായി ബന്ധപ്പെട്ട് പുരുഷന് താങ്ങാവുന്ന അത്ര ആയിക്കൊള്ളണമെന്നില്ല ചിലപ്പോൾ സ്ത്രീകൾക്ക്. അതിനാൽ അത് പാടില്ലാത്തതാണ്, അല്ലെങ്കിൽ പാടില്ലാത്തതാണെന്ന് ഹറാമാണെന്നോ മതത്തിൽ നിന്ന് പുറത്തു പോകുന്നു അങ്ങനൊന്നല്ല പറഞ്ഞത്, മറിച്ച് അത് പ്രോത്സാഹനാർഹമല്ല, അത് സുന്നത്തിന് വിരുദ്ധമാണ്. അവരവരെ വീട്ടിൽ വെച്ച് മരണപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഖുർആനുകൾ പാരായണം ചെയ്യാം എന്നതാണ് അത് വിഷയകമായിട്ട് ഇസ്ലാമിന്റെ. അങ്ങനെയെങ്കിൽ അദ്ദേഹം തന്നെ മുന്നോട്ട് വെക്കുന്ന വേറെ ഒരാശയം, വീട്ടിൽ നിന്ന് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു. അങ്ങനെയെങ്കിൽ ഇഷ്ടപ്പെട്ടവരുടെ, ഇഷ്ടജനങ്ങളുടെ, പിതാക്കന്മാരുടെ ഖബറുകൾ സ്വന്തം വീട്ടിൽ തന്നെ സംവിധാനിച്ച് സ്ത്രീകൾക്ക് അവിടെ സിയാറത്ത് ചെയ്യാനുള്ള അവസരം, അങ്ങനെ ഒരു ആശയം കൂടി അദ്ദേഹം പറയുന്നുണ്ട്. അതിനോട് എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞു, സ്ത്രീകൾക്ക് ചെന്ന് സിയാറത്ത് ചെയ്യാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് സ്വന്തം വീടിനടുത്ത് ഖബറ് സ്ഥാപിക്കുക, ഇതാണല്ലോ ഇപ്പൊ ചോദിച്ചത്. രണ്ടു തരത്തിലുള്ള മതകീയ പ്രശ്നങ്ങളാണ് അവിടെ ഉള്ളത്. ഒന്ന്, ഇതിപ്പം സ്വന്തം വീട്ടിലാണെങ്കിലും നിയമം ഇങ്ങനെ തന്നെയാണ്, സ്ത്രീകൾ അത്തരം ഖബർ സിയാറത്ത് ചെയ്യാൻ കറാഹത്താണ് എന്ന വിഷയം വീട്ടിലാണെങ്കിലും അവിടെ ഈ നിയമത്തിന് മാറ്റമൊന്നുമില്ല. മാത്രമല്ല, ഖബർ മഖ്ബറയിൽ ഒരാൾ മരണപ്പെട്ട ഒരാളെ ഖബറടക്കുമ്പോൾ അത് വ്യക്തിപരമായിട്ടുള്ള വീടിന്റെ വളപ്പിലോ മറ്റോ അല്ല അതിന്റെ സുന്നത്ത്. അമ്പിയാക്കളുടേത് അങ്ങനെയാണ്. അങ്ങനെയുള്ള ചില മസലാത്തുകൾ, ചില ഗുണങ്ങൾ ഉണ്ടെങ്കിൽ പറ്റും. അല്ലെങ്കിൽ പൊതു ഖബർസ്ഥാനിൽ മുഴുവൻ മുസ്ലിമുകളിൽ മറവ് ചെയ്യുന്നിടത്ത് അങ്ങനെ മറവ് ചെയ്യൽ തന്നെയാണ് പ്രത്യേകം സുന്നത്ത്. അത് പിന്നെ ഈ തുഹഫയിൽ തന്നെ വിശദീകരണമുണ്ട്. മഹാനായ ഇമാം നബി റളിയല്ലാഹു അൻഹു മിൻഹാജിൽ പറയുന്നത് വദ്ദഫ്നു ബിൽ മഖ്ബറത്തി അഫ്ളൽ, പൊതു ഖബർസ്ഥാനിൽ മഖ്ബറകളിൽ മറമാടലാണ് അഫ്ളൽ. എനിക്ക് കാരണം തുഹഫ പറയാണ് ലികസറത്തി ദുആഇ ലഹു ബിതക്രീരി സായിരീൻ, ഒരുപാട് ആളുകൾ അവിടെ സിയാറത്തിനെത്തി, വൽ മാലിൻ, അതിലൂടെ സഞ്ചരിച്ചു പോകുന്ന ആളുകളൊക്കെ അവിടെ സിയാറത്ത് ചെയ്യും. അപ്പൊ അവർക്ക് കൂടുതൽ ദുആ കിട്ടാൻ അതാണ് അഫ്ളൽ. എന്നാൽ അത് സ്ത്രീകളുടെയും ദുആ കിട്ടട്ടെ എന്ന് കരുതി വീട്ടുവളപ്പിൽ ഇതാ ഹിമ്മത്ത് പറഞ്ഞിട്ടില്ല. ഇങ്ങനെ ഒരു ചര്യ ഇസ്ലാമിലില്ല. എവിടെ വേണമെങ്കിലും ഖബർസ്ഥാൻ പൊതു പിന്നെ സാധാരണക്കാരുടെ ഖബർസ്ഥാൻ സ്ത്രീകൾക്ക് ഇത് തന്നെയാണ് മതപരമായിട്ട് നിയമമുള്ളത്. അതുകൊണ്ട് ഇത്തരം ഒരു ആവശ്യത്തിന് വേണ്ടി വീട് വളപ്പിലാക്കിക്കൂടെ എന്നുള്ളിടത്ത് ഒന്ന് അവരുടെ ധാരണ, എന്നാ പിന്നെ സിയാറത്ത് ആർക്കും സ്ത്രീകൾക്കും പറ്റും എന്നുള്ള ഒരു ധാരണയാണ്. രണ്ടാമത്തത്, അത് പൊതു ഖബർസ്ഥാനിൽ മറവ് ചെയ്യുന്നതിനേക്കാൾ ഈ സിയാറത്തിനാണ് പുണ്യം എന്നുള്ള ധാരണ. ഇത് രണ്ടും ശരിയല്ല. മാത്രമല്ല, പിന്നെ അവിടെ സ്ത്രീകൾ ഒരു കുടുംബത്തിൽപ്പെട്ട ഒരാൾ ഖബർ സിയാറത്ത് ചെയ്താൽ അവൾ ഇസ്ലാമെന്ന് പുറത്തു പോകുന്നു, ഹറാമ് ചെയ്തു നമ്മൾ പറഞ്ഞിട്ടില്ല. മതപരമായിട്ട് അത് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതല്ല, അതിൽ പുണ്യമില്ല. ഇനി ഒരു പെണ്ണ് അവരുടെ വികാരത്തിന്റെ പുറത്ത് ചെന്നു പോയി കണ്ടു എന്നതുകൊണ്ട് അതൊരു കറാഹത്താണ് അവൾ ചെയ്തത്, അത് ഇസ്ലാമിൽ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതല്ല. ഇത്ര നമ്മൾ ആ വിഷയത്തിൽ പറഞ്ഞു. അപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഖബർ സിയാറത്ത് ഇത് കുടുംബക്കാരുടെ വിഷയമാണ് ഇപ്പോൾ. എന്നാൽ വ്യാപകമായി സുന്നികളടക്കം എല്ലാവരും അമ്പിയാക്കൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ ഇവരുടെ ഖബറുകൾ സിയാറത്ത് ചെയ്യാൻ സ്ത്രീകൾ ഒറ്റയായി സംഘമായിട്ടൊക്കെ പോകുന്നുണ്ട്. ഇതിനോട് എങ്ങനെയാണ് മഹാത്മാക്കളുടെ ഖബർ സിയാറത്ത് ചെയ്യുന്നത് സംബന്ധിച്ച്? അത് ഇവിടെ വേറെ മുട്ട് മനസ്സിലാക്കേണ്ടത്, നമ്മൾ പറഞ്ഞപ്പോഴൊക്കെ പ്രത്യേകം പറഞ്ഞിരുന്നു സാധാരണക്കാരുടെ ഖബർ, പൊതു ഖബർസ്ഥാൻ, പൊതു ശ്മശാനം എന്ന് നമ്മൾ പ്രത്യേകം പറഞ്ഞിരുന്നത്. ഇതിനെ തുടർന്ന് തന്നെ ഇവിടെ വിശദീകരിച്ചിട്ടുണ്ട്. വിഷയകമായിട്ട് നമ്മൾ കൂടുതൽ പറയേണ്ട കാര്യമൊന്നുമില്ല. മഹാനായ ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ ഇവിടെ തുടർന്ന് പറയുന്നുണ്ട്, സ്ത്രീകൾക്ക് പൊതു ഖബർസ്ഥാൻ സിയാറത്ത് ചെയ്യൽ കറാഹത്താണെന്ന് പറഞ്ഞു. പക്ഷേ ഇതിൽ നിന്ന് എന്നാ ഖബർസ്ഥാൻ സിയാറത്ത്, മഹാത്മാക്കളെ സിയാറത്ത്, അമ്പിയാക്കളെ സിയാറത്ത്, സ്വാലിഹീങ്ങളെ സിയാറത്ത് ഇതും പാടില്ല എന്നതിൽ നിന്ന് ധരിക്കരുത്. അത് പുത്തൻ ചിന്താതിയുടെ ഭാഗമാണ്. പക്ഷേ തുസന്നു ലഹുന്ന, സ്ത്രീകൾക്ക് തന്നെ സുന്നത്താക്കപ്പെടും സിയാറത്തുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സിയാറത്ത് ചെയ്യൽ സുന്നത്താണ്. കാലഭാഗവും ചില പണ്ഡിതർ പറഞ്ഞു വകദാ സായിറുൽ അംബിയാഇ വൽ ഉലമാഇ വൽ ഔലിയാ, അമ്പിയാക്കൾ,
ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ, അത്തരത്തിലുള്ള ആളുകളെയും സിയാറത്ത് ചെയ്യൽ അവർക്ക് സുന്നത്താണ് എന്നു പറയുക മാത്രമല്ല, എന്നിട്ട് അവർ പോകേണ്ട അദബുകളും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. സ്ത്രീകൾ പോകുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്, അവർ ഹിജാബ് ധരിച്ച് മഹറമായ ആളോട് കൂടി പോകണം. അതിൽ യാതൊരു തർക്കമില്ല. മഹറമുകളില്ലാത്ത സുന്നത്തായ സിയാറത്ത് യാത്രയായിട്ട് പുറപ്പെടൽ ഹറാമാണ്, ഹിജാബ് ഇല്ലാതെ പോകൽ ഹറാമാണ്. ഇന്ന് പലപ്പോഴും സിയാറത്തിനെത്തുന്ന പല സ്ത്രീകളും അങ്ങനത്തെവരുണ്ട്. അവർ ചെയ്യുന്നത് ഹറാമാണെന്ന് നമ്മുടെ പണ്ഡിതന്മാർ എക്കാലത്തും തുറന്നു പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നിയമങ്ങൾ പാലിച്ചും പോകുന്നത് പാടില്ല എന്നിടത്തൊക്കെയാണ് ഇവിടെ പുത്തൻ ചിന്താതികൾ. അത് പാടില്ല. കാരണം മഹാനവർകൾ തുടർന്ന് പറയാണ് എന്താ, ഫസുബ്ബാറുഹും അവരെ സിയാറത്ത് ചെയ്യുന്ന ആളുകൾക്ക് യഊദു അലൈഹിം മിൻഹും മദദുൻ ഉഖ്റവിയ്യുൻ, ആ സിയാറത്ത് ചെയ്യപ്പെടുന്ന മഹാനായ നബിയിൽ നിന്ന്, അല്ലെ വലിയിൽ നിന്ന്, സ്വാലിഹിൽ നിന്ന്, ആലിമിൽ നിന്ന് അവരിലേക്ക് ഒരു ആത്മീയമായ ഒരു സഹായം അവർക്ക് അതിലൂടെ സാധ്യമാകും. സിയാറത്ത് ചെയ്യുന്നവർക്ക് കിട്ടും. ലാ യുൻകിറുഹു ഇല്ലൽ മഹ്റൂമൂൻ, നിർഭാഗ്യവാന്മാരായിട്ടുള്ള ആളുകളല്ലാതെ ഇതിനെ നിഷേധിക്കൂല. അപ്പൊ മഹാത്മാക്കളെ ചെന്ന് സിയാറത്ത് ചെയ്യുക പോലത്തെ കാര്യങ്ങളെ ആരും നിഷേധിക്കുകയില്ല. അത് ഇവരുടെ മാത്രം ഒരു ശരിയാണ് എന്ന് കരുതി സ്ത്രീകൾ പൊതു ഖബർസ്ഥാനിൽ പോകുന്നതോ അതാവട്ടെ യുക്റഹു, കറാഹത്താണ്. എന്നാൽ തുടർന്ന് പറയുന്നത് പൊതു ഖബർസ്ഥാനിലേക്ക് സ്ത്രീകൾ പോകുന്നത് ഹറാമാണെന്ന അഭിപ്രായമുണ്ട്. അത് മതബിലെ പ്രബലമൊന്നുമല്ല, അങ്ങനെ അഭിപ്രായം പറഞ്ഞവരുണ്ട്. അതുകൊണ്ടാണ് കറാഹത്ത് എന്തായാലും ഉണ്ട്, പ്രോത്സാഹിപ്പിക്കേണ്ടെന്ന് പറഞ്ഞത്. പക്ഷെ ഇതിന്റെ മറവിൽ എന്തില്ല, മഹാത്മാക്കളുടെ ഖബറും കൂടി സിയാറത്ത് ചെയ്യുന്നത് പിതാക്കന്മാരാണെങ്കിൽ മഹാത്മാക്കൾ ആയ ഒരാള്, അത് ഒരാളുടെ ഉപ്പ വലിയാണ് അല്ലെ മഹാനാണ് എങ്കിൽ ആ ഡ്രസ്സിലൂടെ ഒരു മഹാന് സിയാറത്ത് ചെയ്യുന്നു എന്ന നിലയ്ക്ക്, കാരണം ആത്മീയ സഹായം അവർക്ക് കിട്ടും. ആ നിലയ്ക്ക് അത് പറ്റും. അത് ഇസ്ലാം തടഞ്ഞിട്ടില്ല. മാത്രമല്ല ഇമാം നബവി റളിയല്ലാഹു അൻഹു തന്റെ ശറഹുൽ മദ്ഹബിൽ പറയുന്നുണ്ട്, നബി തങ്ങളെ സിയാറത്ത് ചെയ്യുമ്പോൾ സ്വീകരിക്കേണ്ട അദബ് പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നത് സുമ്മ യർജു ഇലാ മൗഖിഫിഹിൽ അവ്വലി, അവൻ നബി തങ്ങളോട് അവിടെ സലാം പറയേണ്ട തർത്തീബ് ആദ്യം രണ്ടാമത്തത് മൂന്നാമത്തത് സലാം ഒക്കെ പറഞ്ഞ് പിന്നെ ആദ്യം നിന്ന ഭാഗത്തേക്ക് തന്നെ വരണം. ഖുബാലത വജ്ഹി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബിക്ക് അഭിമുഖമായിട്ട് നിൽക്കണം. വയതവസ്സലു ബിഹി ഫി ഹഖി നഫ്സിഹി, എന്നിട്ട് സ്വന്തത്തിന് വേണ്ടി മുത്തുനബിയോട് പിന്നെ തവസ്സുൽ നടത്തണം. വയസ്തശ്ഫഉ ബിഹി ഇലാ റബ്ബിഹി സുബ്ഹാനഹു വ തആല, അല്ലാഹുവിലേക്ക് ശഫാഅത്ത് മുത്തുനബിയോട് മുഖേന ശഫാഅത്ത് തേടണം എന്ന് പറയുന്നുണ്ട്. ഇത് ഇമാം ഗസാലി തങ്ങൾ പറയുന്നുണ്ട്. ഇത് ഒരുപാട് അയിമ്മത്തുണ്ട്. ഞാൻ ആ ഭാഗം വിശദീകരിച്ച് ഈ ചർച്ച നീട്ടുകയല്ല. അങ്ങനെ ഖബർ സിയാറത്ത് ചെയ്യുന്നതിനെ സംബന്ധിച്ചുള്ള സാധാരണക്കാര് മഹാത്മാക്കളെ ഖബർ സിയാറത്ത് ചെയ്യുന്നതിനെ സംബന്ധിച്ചുള്ള ഒരു ചോദ്യം ഇമാം റംലി തങ്ങളോട് ചോദിച്ചപ്പോ മഹാനവറുകൾ അതിന് കൊടുത്ത മറുപടി കൂടി മാത്രം നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഉദ്ധരിക്കാം. വഫി ഫതാവ റംലി സുഇല അമ്മാ യഖഉ മിനൽ ആമ്മ, പൊതുജനങ്ങൾക്ക് സംഭവിക്കുന്ന ഒരു വിഷയം, മിൻ ഖൗലിഹിം ഇൻദ ശദാഇദി, അവര് പല പ്രയാസങ്ങളും വരുന്ന സമയത്ത് അവർ പറയും യാ ശൈഖ ഫുലാൻ യാ റസൂലല്ലാഹ് വനഹബ ദാലിക മിനൽ ഇസ്തിഗാസതി ബിൽ അംബിയാഇ വൽ മുർസലീൻ, അംബിയാക്കളുടെ മുർസലീങ്ങളുടെ ഒക്കെ പിന്നെ തവസ്സുലാക്കി അല്ലെങ്കിൽ ഇസ്തിഗാസ തേടി അവരങ്ങനെ ചെയ്യാറുണ്ട്. അങ്ങനെ ചെയ്യൽ അനുവദനീയമാണോ? മരിച്ചതിന് ശേഷം അവർക്ക് സഹായങ്ങൾ ചെയ്യാൻ വേണ്ടി കഴിയുമോ എന്ന് ചോദ്യങ്ങൾ ചോദിച്ചപ്പോ മഹാനവറുകൾ അതിന് മറുപടി കൊടുത്തത്, അങ്ങനെ മഹാത്മാക്കളെയും സ്വാലിഹ്യങ്ങളെയും ചെന്ന് സന്ദർശിച്ച് അവരോട് സഹായാർത്ഥന നടത്തുന്നത് അവർക്ക് ഫലപ്രദമാണ്, അത് ജായിസാണ്. അവരുടേത് മരണശേഷം അവരുടെ കറാമത്ത് മുറിയുകയില്ല. അവരുടെ സഹായം മരണത്തോടുകൂടി അത് അവസാനിക്കുകയില്ല എന്ന് പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഇത് നമ്മുടെ അയിമത്ത് ഇമാം റംലി റളിയല്ലാഹു അൻഹു മാത്രമല്ല, നമ്മുടെ അയിമത്തൊക്കെ ഓർമ്മപ്പെടുത്തിയതാണ്. അങ്ങനത്തെ മശാഹിദുകളിലേക്ക് നമ്മൾ ചെല്ലുക, എന്നിട്ട് അവരെ സിയാറത്ത് ചെയ്യുക, തവസ്സുലാക്കുക, ഇത് അനുവദനീയമാണ്. ഇത് തവസ്സുലാക്കലും അതുപോലെ തന്നെ പാടില്ല എന്ന് ആദ്യമായിട്ട് പറഞ്ഞ ഇബ്നു തൈമിയ്യ, അത് അദ്ദേഹത്തിന്റെ ഖുറാഫാത്തിൽപ്പെട്ടതാണ്, അദ്ദേഹത്തിന്റെ മതപരമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഒയൽച്ചകളിൽപ്പെട്ടതാണ് എന്നാണ് മഹാനായ ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ വിഷയമായിട്ട് വിശദീകരിച്ചിട്ടുള്ളത്. അപ്പോ വിഷയമായിട്ടുള്ള ഒരു ധാരണ സമൂഹത്തിൽ ഇതിൽ നിന്ന് മനസ്സിലായിട്ടുണ്ടാവുന്ന മനസ്സിലാക്കുന്നത്, അവരുടെ പിന്നെ സ്ത്രീകൾക്ക് പൊതു ഖബർസ്ഥാനുകൾ പ്രോത്സാഹനാർഹമല്ല, അമ്പിയാക്കളുടേത് മഹാത്മാക്കളുടേത് പ്രോത്സാഹനാർഹമാണ്. അതിനുവേണ്ടി പെണ്ണുങ്ങളുടെ സിയാറത്ത് നടക്കണം എന്നവർക്ക് വീട്ടുവളപ്പിൽ മറമാടുന്നതിൽ പുണ്യമില്ല. ഇതാണ് നമ്മൾ പറഞ്ഞതിന്റെ ആകത്തുക. ഇൻഷാ അല്ലാഹ് നമുക്കിവിടെ മറുപടി പറഞ്ഞു തന്നത് അഷ്റഫ് സഖാഫി വണ്ണക്കോട് ബാഖിയാത്ത് സ്വാലിഹാത്ത് പ്രിൻസിപ്പളാണ്. ഇൻഷാ അല്ലാഹ് ഇത്തരം കാലികമായ പ്രസക്തമായ ചർച്ചകളുമായി ഇനിയും ഈ സംശയ നിവാരണ പരിപാടികൾ ഉണ്ടാകും. ഈ പരിപാടി ഇതോടെ അവസാനിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.